സോ നമ്മളിതിൽ പ്രോ അപ്പോപ്റ്റോട്ടിക് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് ഏതൊക്കെയാണെന്ന് പറയാൻ പോകും. സോ പ്രോ അപ്പോപ്റ്റോട്ടിക് എന്ന് പറയുന്നത് P53, പിന്നെ ബാക്സ് BCL XX. ഓക്കെ. ആൻഡ് ആൻറ്റി അപ്പോപ്റ്റോട്ടിക് എന്ന് പറയുന്നത് നമുക്ക് BCL2, BCL XL, and then we have MCL1. അപ്പോൾ നമുക്ക് ഇതിനുള്ള ആകെ ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റി അപ്പോപ്റ്റോട്ടിക്കിൽ എല്ലാത്തിലും നമുക്ക് L ഉണ്ട്. ഓക്കെ. ആൻഡ് XL. പിന്നെ എക്സാമിന് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും BCL എന്ന് പറയുന്നത്. അപ്പോൾ BCL നമുക്ക് പ്രോ അപ്പോപ്റ്റോട്ടിക്കിലും ഉണ്ട്, ആൻറ്റി അപ്പോപ്റ്റോട്ടിക്കിലും ഉണ്ട്. പക്ഷേ ആൻറ്റി അപ്പോപ്റ്റോട്ടിക്കിൽ എല്ലാത്തിലും L വരുന്നുണ്ട്. അതായത് 2XL. BCL 2XL ആലോചിച്ചത് 2ഉം XLും, പിന്നെ MCL1. ഇത് P53 ബാക്സ് BCL XS. പിന്നെ പ്രോ അപ്പോപ്റ്റോട്ടിക്കിൽ നമുക്ക് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും കൂടി വരുന്നുണ്ട്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ആൻഡ് ആൻറ്റി അപ്പോപ്റ്റോട്ടിക്കിൽ നമുക്ക് സെക്സ് സ്റ്റിറോയിഡ്സും വരുന്നുണ്ട്. ഈ ആൻറ്റി അപ്പോപ്റ്റോട്ടിക് എന്ന് പറയുന്നത് ലോവർ apoptosis. Pro apoptosis എന്ന് പറയുന്നത് increase apoptosis. So that's all. I hope you guys like the video. Follow for more videos.